നമസ്കാരം. ഇന്നത്തെ വാർത്ത തുടങ്ങും മുമ്പ് മുഖ്യമന്ത്രിയായ ശേഷം വി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഈ പ്രതികരണം നമുക്കൊന്ന് കാണാം. അത് കണ്ട ശേഷം വാർത്തയിലേക്ക് പോയാൽ പെട്ടെന്ന് പ്രേക്ഷകർക്ക് എന്ത് സംഭവം കത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട, ആദ്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. കേട്ടല്ലോ, ഞാൻ ആദ്യം എന്തുണ്ടായാലും നിങ്ങളുടെ അടുത്തേ പറയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയതും അത് വലിയ വിവാദമായതും അത് പിന്നീട് UDF സർക്കാരിന് വലിയ തലവേദനയായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. സതീശനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ തമ്മിലുള്ള ആ ചർച്ചയ്ക്ക് ശേഷമാണ് പിണറായി വിജയന്റെ വീട്ടിൽ വസതിയിൽ ഇ.ഡി. ഒരു റെയ്ഡ് നടത്തിയത്. പക്ഷെ റെയ്ഡിൽ ഒന്നും തന്നെ കണ്ടെടുക്കാനായില്ല എന്നുള്ളതാണ്. അതായത് ഇ.ഡി. സത്യത്തിൽ പിണറായി വിജയനെ വേട്ടയാടാനാണ് ഇവിടെ വന്നത് എന്ന കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് സതീശൻ അറിയാതെയല്ല എന്ന് തന്നെ ഈ റെയ്ഡിന് ശേഷം പൊതുവെ സംസാരമുണ്ട് ജനങ്ങൾക്കിടയിൽ തന്നെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി സതീശൻ ഇതിൽ പങ്കുണ്ടോ എന്നറിയാൻ മാധ്യമങ്ങൾ കഴിഞ്ഞ 13 തവണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ.ഡി. വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. പൂക്കി സ്റ്റൈൽ അടിച്ച് പൂക്കി മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഓട്ടം നമ്മൾ കാണുകയാണ്. ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു നിലപാട് പറയുമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് അതിലേറെ രസകരമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായത്. മാധ്യമങ്ങളുടെ ചങ്കത്തടി കിട്ടുന്ന സംഭവമാണ് ഉണ്ടായത്. അതായത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള, അതായത് ഇപ്പൊ താൽക്കാലിക ഔദ്യോഗിക വസതിയായിട്ടുള്ള കന്റോൺമെന്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾ ഇത് അനുഭവിക്കേണ്ടതാണ് കേട്ടോ. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി സതീശനെ തോളിലേറ്റി നടന്നതാണല്ലോ. ഇപ്പോ മുഖ്യമന്ത്രിയായപ്പോ മാധ്യമങ്ങളെ കാണുന്നത് വലിയ ഭയമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. മാധ്യമങ്ങളെ കാണാൻ തന്നെ ഇപ്പോൾ കൂട്ടാക്കുന്നില്ല. അവരുടെ ചോദ്യങ്ങളെ ഭയന്ന് മുഖ്യമന്ത്രി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കരുതെന്ന്. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിയാമോ? അതായത് അങ്ങോട്ടേക്ക് പാർട്ടി പ്രവർത്തകർ വരുന്നു, മറ്റുള്ള വാഹനങ്ങൾ വരുന്നു, എല്ലാം കയറി വരുന്നുണ്ട്. പക്ഷെ ഇവര് മാത്രം പുറത്താണ്. കടക്ക് പുറത്തല്ല, കിടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അവരതൊക്കെ നോക്കിയിട്ട് ഇമ്മാതിരി ഒരു ഐറ്റത്തെയാണല്ലോ നമ്മളെല്ലാവരും കൂടി ആ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയത് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോയ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, രാഹുലേ, മൂപ്പര് നമ്മൾ വിചാരിക്കും പോലെയുള്ള ആളൊന്നുമില്ല, അധികാര കസേരയിൽ കയറി കഴിഞ്ഞപ്പോ നമ്മളെയൊക്കെ മറന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മാധ്യമങ്ങളെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത അസഹിഷ്ണുതയാണത്രേ എന്നാണ് പറഞ്ഞത്. എന്തായാലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയം, മുഖ്യമന്ത്രിയാകുമ്പോൾ മറ്റൊരു നയം. അതായത് പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ല എന്നുള്ള കാര്യം മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഇ.ഡി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വി സതീശന് യാതൊരു പങ്കുമില്ലെങ്കിൽ മാധ്യമങ്ങൾ ഡൽഹിയിൽ വെച്ച് ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, അതായത് ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയാമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു രീതിയിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണോ ഇവിടെ ഇ.ഡി. റെയ്ഡ് നടത്തിയത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സമയം വരെ ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ നേതാക്കളും, അതായത് MK സ്റ്റാലിൻ, മമതാ ബാനർജി, അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെ പ്രധാനപ്പെട്ട നട്ടലുള്ള നേതാക്കളൊക്കെ പ്രതികരിച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ. പക്ഷെ രാഹുൽ ഗാന്ധി ഈ സമയം വരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി സതീശൻ ഒരു അക്ഷരം വരെ മിണ്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ വേട്ടപ്പട്ടിയാണ് ഇത് ഇ.ഡി. എന്നാണ് പലപ്പോഴും ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നു നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പോലും വി സതീശൻ മിണ്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ആരെയാണ് ഇദ്ദേഹം സുഖിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇദ്ദേഹം നിശബ്ദത പാലിക്കുമ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം കേന്ദ്ര സർക്കാരിനും ഇ.ഡിക്കും ഒപ്പമാണെന്ന് കാണിച്ചു തരുന്നുണ്ടല്ലോ. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയാതെ മാധ്യമങ്ങളുടെ മൈക്കിന് മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ളതെന്ന് പറയാൻ തന്നെ നാണക്കേട് തോന്നിപ്പോവുകയാണ്. എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമ്മുടെ വി സതീശൻ പറഞ്ഞിട്ടുള്ളത്?
നമ്മുടെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് മറുപടി പറയാത്ത ഒരാളാണ്, മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാൻ ഭയമുള്ള ഒരാളാണ് എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ പിണറായി വിജയന്റെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും പിണറായി വിജയൻ ഉത്തരം പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ. ഒരു മണിക്കൂറെങ്കിലും അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു. മാധ്യമ പ്രവർത്തകരുടെ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകിയിരുന്നു. പക്ഷേ ഇതുപോലെ മാധ്യമ പ്രവർത്തകർ വരുമ്പോൾ ഉത്തരം പറയാതെ ഒളിച്ചോടിയിട്ടില്ല ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞൊരു വാക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. നിങ്ങൾ എന്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് മാധ്യമങ്ങൾ വന്ന് അവർക്ക് വേണ്ട വാർത്ത ശേഖരിക്കുന്നതിന്റെ ഭാഗമായി എത്തുമ്പോൾ ദാ പറയുന്നു മാധ്യമ വിലക്കാണത്രേ. മാത്രവുമല്ല വി.ഡി. സതീശൻ ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ രമേശ് ചെന്നിത്തല എന്താണ് പറയുന്നത്? ഇ.ഡി. ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. രസകരമായിട്ടുള്ള പല പ്രതികരണങ്ങളുമാണ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോഴും കന്റോൺമെന്റ് ഹൗസിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രി താമസിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് മാറാത്തത്? കന്റോൺമെന്റ് ഹൗസ് മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിനുള്ളതാണ്. അവിടേക്ക് പിണറായി വിജയൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിണറായി വിജയൻ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഇപ്പൊ പിണറായി വിജയൻ വാടക വീട്ടിലാണ്. വാടക വീട്ടിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒന്ന് റെയ്ഡൊക്കെ ചെയ്യാൻ വേറെ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന് കന്റോൺമെന്റ് ഹൗസിലൊന്നും റെയ്ഡ് നടത്താൻ പറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന നമ്മുടെ ഈ വി.ഡി. സതീശൻ അറിയാം. അപ്പൊ വി.ഡി. സതീശൻ മനഃപൂർവ്വം ആ വസതി ഒഴിഞ്ഞു കൊടുക്കാതെ പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനും ഇ.ഡിക്കും വേണ്ടി ഒരു അവർ തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം എന്തെങ്കിലും ഒരു സംഭവം ഒരുക്കിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ആകട്ടെ, ഇത് മുഴുവൻ ഇപ്പൊ അതായത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നടത്തിയ എല്ലാ സംഭവങ്ങളും തിരിച്ചടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പിണറായി വിജയന് വെച്ചത് കൊണ്ടത് സതീശനാണ്. സതീശൻ ആദ്യത്തെ ദിവസം തന്നെ സ്ഥിരം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ ഒരുപാട് നുണ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണല്ലോ. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല, ഇതിലെനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ 13 തവണയും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കാതെ വന്നപ്പോൾ ഇതിലെന്തോ ഇല്ലേ എന്ന സംശയം മാധ്യമങ്ങൾക്ക് വന്നു എന്ന് മാത്രമല്ല, ഇതിൽ എന്തോ ഉണ്ട് എന്നവർ ഉറപ്പിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് ഇ.ഡി. അന്വേഷണവും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണവും അതുപോലെ SFI അന്വേഷണവും രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണവും ഒക്കെ നടത്തി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ കണ്ടെത്താൻ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഇവർ മനസ്സിലാക്കിയ ഒരു കേസിലാണ് ഈ ബുധനാഴ്ച റെയ്ഡ് നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയന് ഈ വി.ഡി. സതീശന്റെ ഇത്തരത്തിലുള്ള ചെയ്തി മൂലം വലിയൊരു കരുത്താണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നയപ്രഖ്യാപന ദിവസമായിരുന്നു. നയപ്രഖ്യാപന ദിവസം പോലും മാധ്യമങ്ങളെ കാണാൻ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളതെന്നും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സത്യത്തിൽ മാധ്യമങ്ങളെ കണ്ട് പേടിച്ചോടുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ പറയേണ്ടി വരുന്നതിൽ വലിയ സങ്കടമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണെന്ന് നയപ്രഖ്യാപനം നമ്മുടെ ഗവർണർ നടത്തുമ്പോൾ വന്ദേ മാതരം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ഇന്ന് ആലപിക്കാൻ കഴിഞ്ഞില്ല എന്നതും ഒന്ന് എടുത്തു പറയുകയാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വന്ദേ മാതരം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആലപിച്ച് UDF സർക്കാർ വലിയ വെട്ടിലായിരുന്നല്ലോ. അത് സംഘപരിവാറിനെയും BJPയെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തിയത് എന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നല്ലോ. അപ്പോ ഈ പ്രതിപക്ഷത്തെയും ഭയക്കുന്നു സഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇനി സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനിയിപ്പോ പിറ്റേ ദിവസം മുതൽ മുഖ്യമന്ത്രി സഭയിൽ വരാതിരിക്കുമോ എന്ന ഭയം പോലും എനിക്കുണ്ട് കേട്ടോ. എന്തായാലും മാധ്യമങ്ങളൊക്കെ ഇപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാലം കിടക്കുന്നതുവരെ നാരായണ നാരായണ അല്ലെ, പാലം കടന്നു കഴിഞ്ഞപ്പോ അത് തന്നെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.